ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളാരാണ്, നിങ്ങളുടെ ഹിഡൻ സീക്രട്സ് എന്താണ്, അല്ലെങ്കിൽ ഹിഡൻ കഴിവുകൾ എന്താണ്, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ടോട്ടലായിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെക്കുറിച്ച് ടോട്ടലായിട്ടും എടുക്കാൻ മാക്സിമം പറ്റുന്ന റീഡിംഗ് ആയിട്ടാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫയൽ സെലക്ട് അല്ലെങ്കിൽ ചിത്രങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഏതാണ്, കളറായിരിക്കാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റീഡിങ്ങിലോട്ട് പോകുന്നത്, അതനുസരിച്ചായിരിക്കും റീഡിങ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ചിത്രം, ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സ്വഭാവം എന്താണ്, നിങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾ, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾ, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾ, ഫസ്റ്റ് ഫയൽ. ഓക്കെ, ഫസ്റ്റ് ഫയൽ, ഫസ്റ്റ് ഫയൽ, ഫസ്റ്റ് ഫയൽ, ഫസ്റ്റ് ഫയൽ, ഫയൽ, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾ. ഓക്കെ, ഫസ്റ്റ് ഫയൽ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫയൽ. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ കാർഡ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കാർഡ്സിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ചില സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾ കൂടുതലായിട്ടും എന്ത് കാര്യങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാലും കുറേ അധികം തടസ്സങ്ങൾ ഈ വ്യക്തികൾക്ക് സംഭവിക്കുന്നൊരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇറങ്ങുന്നത് നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്കത് ഇൻറ്റ്യൂഷൻ ചെയ്ത് കാണാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടം വരെ എത്തുന്ന സമയത്ത്, ഇപ്പം നിങ്ങളൊരു എന്തെങ്കിലും ഒരു ജോബിന് ഇൻ്റർവ്യൂവിന് പോകണമെന്ന് വിചാരിച്ചു, ആ ഒരു ഇൻ്റർവ്യൂവിന് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും എല്ലാം തന്ന് അവിടെ കൊണ്ട് നിർത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം വരികയോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, പക്ഷേ ഒരു തടസ്സം നിങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും ചില ആൾക്കാർക്ക്. പക്ഷേ ആ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നേറാനുള്ള കഴിവും ഡിവൈൻ നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പല ഏരിയാസിൽ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് കാണാൻ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റായി വരും. ചിലപ്പോൾ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്നേഹിച്ചെന്ന് വരാം. നിങ്ങൾ ഒന്നിൻ്റെയും നിങ്ങൾക്ക് തടസ്സം വന്നാലും നിങ്ങളവിടെ പ്യുവറായിട്ട് അവിടെ നിന്ന് അത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം അതെല്ലാം മറന്ന് വിട്ടുപോയി അതിലോട്ട് ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു കാര്യം, ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കി മാക്സിമം പേരും അത് നോക്കി നിൽക്കാൻ ശ്രമിക്കും. ആ ഒരു തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി ആ തടസ്സത്തെ കീഴ്പ്പെടുത്താനുള്ളൊരു ധൈര്യം ഇല്ലായ്മ കുറച്ച് ബേക്കിലോട്ടാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര കൂടുതലും കാണാം. പക്ഷേ നിങ്ങൾക്കത് മുന്നേ ഇൻറ്റ്യൂഷൻ മെയിൻലി ഭയങ്കരമായിട്ടും പറയുന്നത് ഇൻറ്റ്യൂഷൻ ഭയങ്കര കൂടുതലാണ്. തേർഡ് ഐ ചക്ര ഭയങ്കരമായിട്ടും തേർഡ് ഐ ചക്ര ഇൻറ്റ്യൂഷൻ ഭയങ്കര കൂടുതലുള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നേ അറിയാൻ പറ്റും. അത് കണക്കാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങൾ നേരത്തെ ഉള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്ന കുറച്ചധികം വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റും. ഇൻറ്റ്യൂഷൻ ഭയങ്കര പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു കഴിവുള്ള ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നു. കാരണം ഹൈലി പർപ്പസ്ഫുള്ളി ഇവിടെ നിങ്ങൾ ജനിച്ചതിന് ഹൈലി അവൈക്കനിങ് ആയിട്ട് ജനിക്കണം എന്നുള്ളത് യൂണിവേഴ്സലായിട്ട് എഴുതി വെച്ച വ്യക്തിയായിട്ടും കാണാൻ പറ്റും. പർപ്പസ്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മേ ബി സ്പിരിച്വൽ അവൈക്കനിങ് ആയ വ്യക്തികളാണ്. ഐ തിങ്ക് സ്പിരിച്വൽ അവൈക്കനിങ് ആയ വ്യക്തികളാണ്. ഭയങ്കരമായിട്ടുള്ള വിവരം, ഭയങ്കരമായിട്ടുള്ള നോളജിനെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു അറിവെല്ലാം ശേഖരിച്ച് വെക്കാനുള്ളൊരു കഴിവുണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിത ശൈലി കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു തരം ആൾക്കാരായിട്ടും കാണാൻ പറ്റും. ഈ ഒരു വ്യക്തികൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നൊരു ചില ആൾക്കാർ ചെറുതിലെ അവൈക്കനിങ് ആവും. ചില ആൾക്കാർ ഈ വ്യക്തികൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൈക്കനിങ് ആയേ പറ്റത്തുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിത്യോപയോഗ ജീവിതത്തിന് വേണ്ടി ആഹാരം അതിനൊക്കെ വേണ്ടി ജീവിച്ചു പോയാൽ പോലും ഈ വ്യക്തികൾ ബാക്കിയുള്ളവരുടെ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് സോൾ പർപ്പസ് എന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് പോകാൻ
വേണ്ടി യൂണിവേഴ്സ് ഇവർ പറഞ്ഞു വിട്ടേക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റും. ഈ വ്യക്തികൾക്ക് കൂടുതലായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ കുറേയധികം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ പഠിച്ച് മുന്നേറി അവരെന്താണെന്ന് മനസ്സിലാക്കി കയറി വരുന്നൊരു സിറ്റുവേഷനായിട്ടും ഈ വ്യക്തികളെ കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മെമ്മറീസ് ഓഫ് ലവ്. ചില ആൾക്കാർ പുറകിലോട്ട് ചിന്തിച്ചിട്ട് പഴയ കാലത്തിൽ ഈ വ്യക്തികൾ കുറേ അധികം നല്ലത് സംഭവിച്ചിട്ടുണ്ട്. ഐ തിങ്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, മേ ബി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മേ ബി പഴയ കാലത്തിൽ അമ്മ ഉണ്ടായിരുന്ന ടൈമിലായിരിക്കാം, അച്ഛനുണ്ടായിരുന്ന ടൈമിലായിരിക്കാം, മേ ബി ഐ തിങ്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിഞ്ഞ കാലം, ഇപ്പോൾ വെളിയിലാണ് ആ വ്യക്തികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മക്കളുമായിട്ട് മരുമക്കളുമായിട്ട് കഴിഞ്ഞ കാലം, അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡായിട്ട് നാട്ടിൽ കൂടിയ കാലം, അങ്ങനെയൊക്കെയുള്ള കുറേയധികം മെമ്മറീസ് ഓഫ് ലവ് ബേക്കിലോട്ട് ചിന്തിച്ച് പഴയ കാലങ്ങളിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു തരം വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ആവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബേക്കിലോട്ട് ചിന്തിച്ച് ആ കാലം കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊള്ളാം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റും. ഐ തിങ്ക് അത് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കണക്റ്റഡ് ആവും ഈ ഒരു കാര്യം പറയുന്ന സമയത്ത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുൾ എനർജീസിൻ്റെ ഒരു കളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സാക്രിഫൈസ് ചെയ്യും, എന്ത് കാര്യത്തിനായാലും ഏത് സിറ്റുവേഷനിലായാലും ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു കളർഫുൾ ലൈഫിലോട്ട് എത്താൻ വേണ്ടി അവർ എന്ത് പോയിന്റിലോട്ടും നേടും. മാനിപ്പുലേറ്റ് ചെയ്യും, അഭിനയിച്ച് നിൽക്കും. അതേ കണക്ക് തന്നെ എന്ത് കാര്യങ്ങളും നേടാൻ വേണ്ടി അവർ സാക്രിഫൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക്, ഇൻ്റലിജൻറ്റ് ബ്രില്യൻ്റ് ആയിട്ട് കളിക്കാൻ അറിയാമെന്നുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. ആൾക്കാരെയൊക്കെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് എങ്ങനെ പോകണം, അവരെ എങ്ങനെ കയ്യിലെടുക്കാം, ആ ഒരു ഏരിയാസ് എങ്ങനെ കയ്യിലെടുക്കാം എന്നൊക്കെ അറിയാമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ സ്വയമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ഈ വ്യക്തികൾ ക്രൂശലിക്കപ്പെടുന്നുണ്ട്. ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു കാര്യത്തിന് ഇവിടെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടി 100% കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഭയങ്കരമായിട്ടും സൈക്കിക് എബിലിറ്റി ഉള്ള വ്യക്തികളാണ്, ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല ഗുണ്ട്, ഇവരൊരു ഏജ് കഴിയുമ്പോൾ തടിക്കും. അതായത് കുറച്ച് സ്കെൽറ്റായിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഇവരങ്ങ് തടിക്കുകയും നല്ല ജോബ്, ഇവർ വിചാരിക്കും ഇവർക്ക് നല്ല ജോബൊന്നും കിട്ടത്തില്ല, ഇവർ വിചാരിക്കുന്ന സിറ്റുവേഷനിലോട്ട് എത്തത്തില്ല എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സ്ട്രോങ് ആയി, ഇവരെ മെൻ്റലി ഇവരങ്ങ് സ്ട്രോങ് ആയി, ഇവർ സ്പിരിച്വലി കണക്റ്റഡായി സ്ട്രോങ് ആയി മാറുന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവരൊരു ഹൾക്കിനെയൊക്കെ പോലെ മാറും. ഇവരൊരു ചിലപ്പം ഐ തിങ്ക് ഇവർ ചെറുതിൽ അല്ലെങ്കിൽ കൊച്ചു പ്രായത്തിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ലോ മൈൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഭയങ്കര ലോ ആയിരിക്കും. ആർക്കും തളർത്താൻ പറ്റുന്ന മൈൻഡ് ആണെങ്കിൽ പോലും, ഇപ്പം നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ മെൻ്റലി കുറേ അധികം അനുഭവങ്ങൾ, പഠിച്ച പാഠത്തേക്കാൾ ഏറ്റവും വലിയ ഗുരുവാണ് അനുഭവം എന്ന സത്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിലൂടെ പോയി ആ ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആരെന്ത് പറഞ്ഞാലും ഒരു കൂസലും ഇല്ലാണ്ട് നിൽക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്തായിട്ട് മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയാണ്. അതായത് ഈ വ്യക്തികൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഈ വ്യക്തികൾക്ക് ലഭിക്കുകയും ആ ഒരു എനർജിയിലൂടെ ഈ വ്യക്തികൾ പോകാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഈ വ്യക്തികൾക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തികളെ സംബന്ധിച്ച്, അതായത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് കുറേയധികം ലോങ് വിഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ലോങ് വിഷനാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സഹതാപം ഉണ്ട്. ഏതൊരു വ്യക്തി സങ്കടപ്പെട്ട് കഴിഞ്ഞാലും, ഏതൊരു വ്യക്തിക്ക് വിഷമം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, ഒരു വ്യക്തി ഇപ്പം ഭിക്ഷക്കാരനാണെന്നുണ്ടെങ്കിൽ, ആഹാരം കഴിക്കാണ്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അതേ മൈൻഡ് സെറ്റ് ആയിരിക്കും ഈ വ്യക്തിയും. കാരണം ആ ഒരു ഡിവൈൻ കണക്ഷൻ ഇവർക്ക് ഉണ്ടാവുകയും അതേ കണക്കിന് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള കെൽപ്പുള്ള ആൾക്കാരുമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഡിവൈൻ ഇവർക്ക് ഈ ഒരു ജന്മത്തിന് വാരിക്കോരി കൊടുക്കുന്നതായിട്ടും വാരിക്കോരി എനർജീസ്, ഞാൻ പറഞ്ഞത് എനർജീസാണ് ഇവർ കൊടുക്കുന്നത്. മാനസികമായിട്ട് സന്തോഷം, സംസാരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ വ്യക്തികൾക്ക് വരുന്നതായിട്ടും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയസിലൊക്കെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഏത് മേഖലയിൽ ചെന്നാലും ഇവർ മനസ്സ് കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ, ഏത് മേഖലയിൽ ചെന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഇവരൊരു രാജാവല്ല ഒരിക്കലും, ഇവരൊരു കിങ് മേക്കറാണ്. ആര് കിരീടം വെക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രയും അധികം പർപ്പസുള്ള വ്യക്തികളാണ്. സ്പിരിച്വൽ മെറ്റീരിയൽ ലൈഫിൽ രാജാവ് തന്നെയാണ് ഈ വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ടൈം കഴിയുന്ന സമയത്ത് ഇവരുടേതായ പാത്ത് അല്ലെങ്കിൽ ഇവരുടേതായ ഒരു പാത വെട്ടിക്കൊണ്ട് അതിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റും. പക്ഷേ അത് ഏത് ടൈമിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും. ഓക്കെ, ഈ ഒരു വ്യക്തികളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ആഗ്രഹങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര വലിയ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ചിന്തിച്ച് കൂട്ടുന്നത്
ഒരു വീട് വയ്ക്കണം, ഭയങ്കരമായിട്ട് ചെറുതിലെ ഇവരുടെ ചിന്തകളൊക്കെ ഇതൊക്കെയാണ്, ചെറിയ വീട് വയ്ക്കണം, അല്ലെങ്കിൽ ആ ഒരു ബൈക്ക് വാങ്ങണം, അവനെ കണക്കാവണം, ഇവരെ കണക്കാവണം, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കൂടുതലും വരുന്ന ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ ഇവരുടെ കയ്യിൽ വരുന്ന പൈസ എന്ന് പറയുമ്പോൾ, ഇവരുടെ കയ്യിൽ വരുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇവർക്ക് ജീവിച്ചു പോകാനുള്ളൊരു പൈസ, അല്ലെങ്കിൽ ഇവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ മേടിച്ചു പോകാനുള്ള പൈസ മാത്രമാണ് ഇവരുടെ ലൈഫിലോട്ട് ചില സമയത്തൊക്കെ ഇവർ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവർ ചിന്തിച്ച് വയ്ക്കുന്നു, ഇവിടെ ആഗ്രഹങ്ങളും ഭയങ്കര ബൾക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീട് വയ്ക്കണം, കാറ് വാങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇവരുടെ ചില ടൈമിലുള്ളിൽ ഇവർക്ക് കിട്ടുന്നത് ജീവിച്ചു പോകാനുള്ള പൈസ മാത്രമായിരിക്കും കിട്ടുന്നത്. പക്ഷേ അത് കഴിയുന്ന സമയത്ത് ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ സപ്പോർട്ട് വലുതാവുകയും ഇവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവർ തന്നെ അച്ചീവ് ചെയ്ത് അതിലോട്ട് വരികയും ചെയ്യുന്നൊരു തരം ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരുന്നൊരു വ്യക്തികളായിട്ട് കാണാൻ പറ്റും. കുറേ അധികം ആൾക്കാർ എനർജറ്റിക്കാണ്. നിങ്ങളെ വിചാരിച്ച് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങളെ കൺട്രോളാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാം. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് മാനസികപരമായിട്ട് ആൾക്കാർ നിങ്ങളവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ആരെയും, നിങ്ങൾ ഒരു വേദിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വന്നിരിക്കുന്ന ഒരു പോയിന്റിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. മേ ബി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുള്ള വ്യക്തികളായിരിക്കാം, മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ, സൈക്കിക് പവറുള്ളൊരു വ്യക്തികളായിരിക്കും. കുറേ അധികം ആൾക്കാർ കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലധികം ആൾക്കാർ ആരെയും മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു തരം ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റും. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ടും ബൾക്കായിട്ട് നിൽക്കുന്നൊരു, ഭയങ്കര എന്താ പറയുക, ഒരു വൈഡായിട്ടുള്ളൊരു എനർജി, അവർക്ക് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് വൺ ഈസ് ത്രോട്ട് ചക്ര. എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നറിയാമെന്നുള്ള പ്യുവറായിട്ടുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാൻ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഒരു വ്യക്തികളുടെ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ഒരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ആദ്യം തൊട്ട് മനസ്സിലാക്കി നോക്കുമ്പോഴത്തേക്കും ഒരു എംപതി, അങ്ങനത്തെ ഒരു സാക്രിഫൈസ് ചെയ്ത് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന കുറച്ചധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാർ. ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നറിയാം. ഭയങ്കരമായിട്ടും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളുടെ സംസാരം ഭയങ്കര ശൈലിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഭയങ്കര പ്യൂറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളും ആയിത്തീരുന്ന വ്യക്തികളായിട്ടാണ് ഫസ്റ്റ് പേൽ ചൂസ് ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേൽ ചൂസ് ചെയ്ത ആൾക്കാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമെ പേഴ്സൺ റീഡിങ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത സെക്കൻഡ് പൈലോട്ട് പോവാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ, അതായത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോട്ട് തന്നെ കൂടുതൽ ഫോക്കസ് ആവുക. നിങ്ങളിലോട്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാലോചിക്കുക. നിങ്ങളായിട്ട് തന്നെ ഇരിക്കണം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണ്? സെക്കൻഡ് പൈൽ ഓക്കെ, സെക്കൻഡ് പൈൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പൈലിനേക്കാളും സെക്കൻഡ് പൈൽ കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ എന്താണെന്ന്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറേ അധികം എനർജി സ്പ്രെഡ് ചെയ്ത് തരുന്നത് സെക്കൻഡ് പൈലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് പൈൽ ഇല്ലയെന്നല്ല, ഫസ്റ്റ് പൈലും ഉണ്ട്, എങ്കിൽ പോലും സെക്കൻഡ് പൈൽ കുറച്ചധികം കാർഡ്സ് എനിക്ക് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് പൈൽ ഐ തിങ്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് പൈൽ ഓക്കെ, സെക്കൻഡ് പൈൽ ഐ തിങ്ക് നിങ്ങളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് അടിക്കുന്ന വ്യക്തികളായിരിക്കാം. എല്ലാ കാര്യങ്ങൾക്കും ഓവറായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം. അതെന്ത് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും മേ ബി, ഐ തിങ്ക്. അല്ലെങ്കിൽ കുറേ അധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ടെൻഷനായിരിക്കും, നെഗറ്റിവിറ്റി ആയിരിക്കും, ചിന്തിക്കും കുറേ അധികം. ഇതിനിറങ്ങണോ രണ്ട് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു തരം വ്യക്തികളായിരിക്കും. പ്ലാൻ ചെയ്ത് വയ്ക്കും കുറേ അധികം കാര്യങ്ങൾ. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള കഴിവുള്ള ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് അടിക്കുന്ന വ്യക്തികളായിരിക്കും കാണാൻ പറ്റും. കുറേ അധികം കാര്യങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്താൽ നിങ്ങളുടെ കണ്ണിന് ഭയങ്കര അഴകായിരിക്കും, അല്ലെങ്കിൽ കണ്ണിന് ഭയങ്കരമായിട്ടുള്ളൊരു പവർഫുള്ളുണ്ട്. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് ആരെയും, നിങ്ങളൊരു പവർ നിങ്ങൾ മനസ്സിലാക്കാത്ത പവറാണെന്നുള്ളിൽ സീരിയസ്ലി നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങളുടെ കണ്ണിന് പവറുണ്ട്. നിങ്ങൾ ആ കണ്ണ് വെച്ചിട്ട് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് നേടാൻ പറ്റും.
ഐ തിങ്ക് കണ്ടു നോക്കി പലരുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അടിക്കുന്നതും അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഉറവിടം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിലോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. പക്ഷേ ഓവർ തിങ്കിങ് എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു തരം ഓവർ തിങ്കിങ് ചെറുതിലുള്ളൊരു വ്യക്തികളായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് മാറ്റാം. അത് മേ ബി നിങ്ങളുടെ കണ്ണിന് ഭയങ്കര ഒരു അഴകുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, അത് ജന്മന നിങ്ങൾക്ക് ഡിവൈൻ അറിഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഹൈലി പർപ്പസുള്ള സെക്കൻഡ് പൈൽ ഹൈലി പർപ്പസുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റത്തില്ല. വിധി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആങ്സിസ്റ്റർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു വഞ്ചിയിൽ കയറി ഇരിക്കുന്നു, ആ വഞ്ചി തുഴഞ്ഞു പോകാൻ ആവശ്യമൊന്നുമില്ല, അതിലൊരു കാറ്റടി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് യൂണിവേഴ്സലായിട്ട് കാറ്റടിച്ച് കൊണ്ടുവരും. കാരണം നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചാലും നിങ്ങളുടെ പോയിന്റിലോട്ട് നിങ്ങൾ എത്തത്തില്ല. കാരണം ഡിവൈൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള കാർമിക്സ് എല്ലാം തീർത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് നിങ്ങൾ എത്തിപ്പേരുന്നൊരു കണക്ഷനായിട്ടാണ് കാണാം. മേ ബി നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം, ജോലി കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അല്ല ഇത് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങൾ പോയി എത്തിപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളെ കാത്തിരിക്കാൻ ഒരു കൂട്ടം തന്നെ ഉള്ളതെന്നായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിലോട്ട് നിങ്ങൾ എത്തിപ്പെടുകയും അതുപോലെ നിങ്ങൾ എത്ര ഫോർവേഡ് ചെയ്താൽ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടത്തുള്ളൂ. കാരണം അത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കെ പോകത്തില്ല. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതേ കണക്ക് പോകുന്നത്. നിങ്ങളിവിടെ കൊണ്ടിരുത്തുന്നതിലും ഈ കാര്യം പറയിപ്പിക്കുന്ന ഹൈലി പർപ്പസ് ഉള്ള കാര്യങ്ങളാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളുടെ സോളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ആയിരിക്കാം തീരുമാനിക്കുന്ന. ഈ ഒരു വ്യക്തികൾ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും ഒറ്റയ്ക്ക് മാറുന്നത്, ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് കറങ്ങാൻ പോവുക, കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിന്തിച്ചിട്ട് വിഷമിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു, ബേർഡൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി വളർന്നു വന്ന സാഹചര്യം ഭയങ്കര അൾട്ടിമേറ്റാണ്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം ഭയങ്കര പ്യുവറായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ രാജ്യം ഉള്ള രാജാവായിട്ടും ഈ വ്യക്തിനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു പ്യുവർ സോളാണ്, ഇറ്റ്സ് എ പ്യുവർ സോൾ. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ ഭയങ്കര പ്യുവറായിട്ടുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഭയങ്കരമായിട്ടും വിഷമിച്ച് അതിനെ ഭയങ്കരമായിട്ട് ഉള്ളിലോട്ടെടുത്ത് ഒരു കരയുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും എന്താ പറയുക, വെൽ ഡ്രസ്ഡ് ആയിരിക്കും ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ വ്യക്തികൾ. എപ്പോഴും ഡ്രസ്സിങ് സെൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. മേ ബി പുരുഷന്മാരാണെങ്കിൽ കൂടുതലും മുണ്ടും ഷർട്ടുമായിരിക്കാം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം സാരി, ചുരിദാർ, അങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ആൾക്കാരെ കാണിക്കണം. അതായത് സെൽഫ് കോൺഫിഡൻസ് കൂടുതലുള്ള വ്യക്തികളാണിവർ. സെൽഫ് കോൺഫിഡൻസ് കൂടുതലുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തികളെ. ഈ വ്യക്തികളുടെ യഥാർത്ഥ പോയിൻ്റ്, ഈ വ്യക്തികൾ സഫർ ചെയ്ത് സൈലൻ്റ്, ആരും അറിയാണ്ട് ഈ വ്യക്തികൾ ഭയങ്കരമായിട്ട് ആരെയും അറിയിക്കാണ്ട്, വീട്ടുകാരെ പോലും അറിയിക്കാണ്ട്, എന്തെങ്കിലും ജോബ് എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പഠിത്തം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഇപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിലും ആരെയും ഒന്നും അറിയിക്കാണ്ട് ഭയങ്കരമായിട്ടും സാക്രിഫൈസ് ചെയ്ത് ഈ വ്യക്തികൾ അതിൻ്റെ പീക്ക് പോയിൻ്റിൽ പോയിരുന്നിട്ട് അത് കണ്ട് രസിക്കും. അത്രയും അധികം സിൻസിയറിറ്റി അല്ലെങ്കിൽ അത്രയും അധികം പ്യൂരിറ്റി ഉള്ള വ്യക്തികളാണ്. കാരണം അവർക്ക് ഉന്നതങ്ങൾ, ഈ ഒരു വ്യക്തികളെ സംബന്ധിച്ച് ഉന്നതങ്ങൾ കീഴ്പ്പെടുത്താൻ, ഉന്നതങ്ങളിൽ പോയി അവിടെ കീഴ്പ്പെടുത്താൻ ഉള്ള ആൾക്കാരാണ്. ആദ്യമേ ഈ വ്യക്തികൾ ഡിപ്പെൻഡ് ചെയ്ത് താങ്ങി പോയി കയറുകയും അവിടെ എത്തിയതിന് ശേഷം ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള സക്സസ്ഫുള്ളിലെത്തി ആ പീക്ക് പോയിന്റിൽ ഇരുന്ന് കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സഞ്ചരിക്കാൻ താല്പര്യമുള്ള, സഞ്ചാരങ്ങൾ ഇഷ്ടമുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതായത് അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഹിഡൻ ട്രിക്കുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ അവിടെ നേടാൻ പറ്റും, കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, എന്താണ് നിങ്ങൾക്കറിയാം, ഭയങ്കരമായ ഇൻറ്റ്യൂഷൻ ഉള്ള വ്യക്തിയാണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ. കാര്യങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് കാര്യങ്ങൾ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയാൻ പറ്റും. കാരണം മറ്റേത് ക്ലോസ് ചെയ്തിട്ട്, ഇപ്പം എവിടെ നിന്നൊരു സൈക്കിക് അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റും, ഒരാളുടെ ചിന്ത, ടെലിപ്പതിക്കലി കണക്ഷൻ അറിയാൻ പറ്റും, ആ ടെലിപ്പതിക്കലി കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഒരാൾ നിങ്ങളെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഡയറക്റ്റ് ഫോൺ പോവുക, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുക. നിങ്ങളേതൊക്കെ വ്യക്തിയെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾ അടുത്തോട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സാധനം നിങ്ങൾ അടുത്തോട്ട് കൊണ്ടുവരാനുള്ള എനർജറ്റിക് പവർ, അല്ലെങ്കിൽ എനർജറ്റിക് സൈക്കിക് എബിലിറ്റി ഉള്ളൊരു പവർ നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൈബ്രേഷനിലുണ്ട്.
ഏത് വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സാധനം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള എനർജി ഉണ്ട്. ഇത് നിങ്ങൾ ഹിഡൻ ട്രിക്കാണ്, നിങ്ങൾക്കിത് ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നത് ഈ വ്യക്തികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും, ഈ വ്യക്തികൾ ഭയങ്കരമായിട്ടും ചെറുപ്രായത്തിൽ മെൻ്റലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, മെൻ്റലി ഭയങ്കരമായിട്ടും അടിച്ചമർത്തപ്പെട്ട ട്രോമാസ് കിട്ടിയ വ്യക്തികളാണെങ്കിലും വളർന്നു വരുന്ന സാഹചര്യം കൊണ്ട് ഭയങ്കരമായിട്ടും പ്യുവർലി നിങ്ങൾ അഭിനയിച്ച് നിൽക്കുന്ന ക്യാരക്ടർ ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളായിട്ട് മാറുന്ന ഒരു സമയം തൊട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു ക്യൂബിൽ നിന്നും പുഴുവായിട്ട് മാറി ചിത്രശലമായി പറക്കാൻ പറ്റുന്ന ഒരു സമയം തൊട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന ടൈം തൊട്ട് നിങ്ങളായിട്ട് മാറുന്ന സമയം തൊട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തുടരുമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിലോട്ട് പോകാനും പറ്റും. നിങ്ങളുടെ നെഗറ്റിവിറ്റി അവിടെ മാറും. എല്ലാം മാറിയതിനു ശേഷം നിങ്ങളായിട്ട് പോയിന്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പേര് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സീരിയസ്ലി ഒരു ഏജ്ഡ് ആയിട്ടുള്ള 10-40 വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള കുറേ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അനുഭവം ഗുരുവായിട്ട് നിൽക്കുന്ന ആൾക്കാർ എനിക്കിവിടെ സീരിയസ്ലി കാണാൻ പറ്റുന്നുണ്ട്. അത്രയും അധികം എനർജീസിൽ എനിക്കിവിടെ കാണാൻ പറ്റും. സെക്കൻഡ് ബൈ ചൂസ് ചെയ്ത ആൾക്കാർ കുറേ എനർജീസ് വേരിയേഷൻ എന്നുള്ളത് കാണാൻ പറ്റും. ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്ത് സെലിബ്രേഷൻ, വീട്ടിലേക്ക് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയായിരിക്കും അവിടെ മുന്നിൽ. സെക്കൻഡ് പൈൽ ചെയ്ത് നിങ്ങളായിരിക്കും അവിടെ മുന്നിൽ നിൽക്കുന്നത്, നിങ്ങളായിരിക്കും ആൾക്കാർ നോക്കുന്നത്. എല്ലാ രീതിയിലും ആൾക്കാർ നോക്കുന്നത് അദ്ദേഹം കൊള്ളാം അല്ലെങ്കിൽ അവൾ കൊള്ളാം എന്നായിരിക്കും പറയുന്നത്. വേറെ ആരെയും കാട്ടി നിങ്ങൾ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. സംസാരിച്ചുകൊണ്ടായിരിക്കാം, നോട്ടം കൊണ്ടായിരിക്കാം, ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം, എനർജറ്റിക്കലി ആയിരിക്കാം, നിങ്ങളുടെ ഒരു ചിരി കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കണ്ണ് കൊണ്ടായിരിക്കാം. നിങ്ങൾ ഭയങ്കരമായിട്ടും സെലിബ്രേഷൻ ചെയ്യപ്പെടുന്ന വ്യക്തികളാണ്. ആൾക്കാരുടെ മുന്നിൽ ഭയങ്കരമായിട്ടും സെലിബ്രേഷൻ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മെമ്മറീസ് ഓഫ് ലവ്, പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പ്യൂരിറ്റി ആയിട്ട് മെമ്മറീസ് ഓഫ് ലവിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാലും ആ വ്യക്തികളെക്കുറിച്ച് കുറ്റം പറയാണ്ട്, ആ വ്യക്തികളെക്കുറിച്ച് അടിച്ചമർത്താണ്ട്, ആ വ്യക്തികളെ നല്ലത് മാത്രം പറഞ്ഞ്, അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് നെഗറ്റീവ് തരുന്നത് ആ വ്യക്തികളെ ആരെയും ഒന്നും ചെയ്യാണ്ട് അവരെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിടക്കുന്നത് പ്യുവർ സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന മേ ബി ഇതായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തികളെ കുറ്റം പറയത്തില്ല. ആ വ്യക്തികളെ നല്ലത് വരണം, ആ വ്യക്തികളെ നല്ല സമയം അവരെക്കുറിച്ചുള്ള നെഗറ്റിവിറ്റി ഓർക്കാതെ അവരെക്കുറിച്ചുള്ള പോസിറ്റിവിറ്റി മാത്രം ഓർത്തിരിക്കുന്ന ഒരു തരം പ്യുവറസ്റ്റ് ആയിട്ടുള്ള സോൾ ആയിട്ടാണ് എനിക്ക് സെക്കൻഡ് ബെൽ ചൂസ് ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തികൾക്ക് എപ്പോഴും വിക്ടറി സക്സസ് ആയിരിക്കും. ഒരു ഭാഗത്ത് ഇവരെ തകർക്കാൻ വേണ്ടി നോക്കിയാലും മറുഭാഗത്ത് ഇവരെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും യൂണിവേഴ്സലായിട്ട് ഈ വ്യക്തിയുടെ എനിക്കിതാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. ഓക്കെ, ഈ ഒരു കാർഡ് യൂണിവേഴ്സലായിട്ട് ഈ വ്യക്തിയെ മുന്നിലോട്ട് കൊണ്ടുവന്ന് സക്സസ് അനൗൺസ് ചെയ്യാനുള്ള പവർ, ഡിവൈൻ സപ്പോർട്ട് ഈ വ്യക്തികൾക്ക് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത വ്യക്തികൾ 110% ഉണ്ട് എന്ന് ഞാൻ പ്യൂർലി പറയുന്ന അത്രയും എനർജറ്റിക് ഈ വ്യക്തികളുടെ കയ്യിലുണ്ട്. ഈ വ്യക്തികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും സോളാർ എനർജി ഉള്ളൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എപ്പോഴും തിളങ്ങി നിൽക്കും മീൻസ് ഏത് സമയത്തും ഏത് പോയിന്റിലും ഈ വ്യക്തിയുടെ എനർജി ഡൗൺ ആവാത്തൊരു സിറ്റുവേഷനാണ്. കാരണം മഴ വന്നാലും വെയിൽ കൊണ്ടാലും എന്ത് വന്നാലും ഈ വ്യക്തികൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു തരം വ്യക്തികളായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ആർക്കും തളർത്താൻ പറ്റാത്തൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോളാർ എനർജി ഭയങ്കരമായിട്ടും കൂടുതൽ നിൽക്കുന്നൊരു വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാർ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് പാത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പാത വരുന്ന സമയത്തും ചില ആൾക്കാർ കൺഫ്യൂഷനായി നിൽക്കും, ചില ആൾക്കാർ ആ ഒരു ലൂപ്പിൽ പെട്ടും, ചില ആൾക്കാർ ഇപ്പം മേ ബി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ചില സമയത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ ഊരണമെന്നറിയത്തില്ല. കാരണം ലോ ഹാർട്ടഡ് ആയിട്ടുണ്ട്, എങ്ങനെ ഊരണമെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് കയറി പോകുന്നൊരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ വ്യക്തികൾക്കറിയാം അടുത്ത സിറ്റുവേഷൻ മുന്നേ ഇൻറ്റ്യൂഷനുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്കറിയാം അടുത്ത പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിലോട്ട് കയറി പോകാനുള്ള ധൈര്യം, കോൺഫിഡൻസ് ഇവർക്ക് ജന്മനാ ഉള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തികൾക്ക്. കാരണം ഈ വ്യക്തികൾക്ക് അറിയാം ലോകം എന്താണെന്നറിയാം, ലോകം അനുഭവിച്ച വ്യക്തികളായിട്ടും അറിയാൻ പറ്റുന്നുണ്ട്. ലോകം എന്താണെന്ന് കണ്ട വ്യക്തികളും അനുഭവം ഗുരു ആണ് എന്നുള്ള പഠിച്ച പാഠത്തേക്കാൾ ഏറ്റവും വലിയ അനുഭവമാണ് ഗുരുവാണ് അനുഭവം എന്ന സത്യം എന്നത് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു തരം വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ഭയങ്കരമായിട്ട് പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള സമയം ഡിവൈൻ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് അതിലോട്ട് പോകാനും പറ്റുന്ന ഒരു കഴിവ്, ഒരു പ്രത്യേക ഒരു ബ്രില്യൻസ് ഇവർക്കുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ബൈൽ ചൂസ് ആൾക്കാരുടെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.